ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം The Book of Daniel, chapter 3, verses 16 to 18. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. The Book of Daniel, chapter 3, verses 16 to 18. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട്, നെബൂഖദ്നേസരേ, ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. If this be so, a God whom we serve is able to deliver us from the burning fiery furnace, and he will deliver us out of your hand, O king. 18ാം വാക്യം, അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയില്ല എന്നറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വ്യാധികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് വചനത്തിന് മുമ്പാകെ വിനയപ്പെടുത്തുവാനും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനും സഹായിക്കുന്ന സ്തോത്രം. വചനത്തിൽ മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെ ഞങ്ങൾ ഗ്രഹിക്കുവാൻ, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ ദേശത്ത് അനുഗ്രഹകരമായി ജീവിക്കുവാൻ, സാക്ഷ്യത്തോടെ ജീവിക്കുവാൻ ഇടയാണ്. ദൈവവചനത്തിലൂടെ അടിയങ്ങളോട് സംസാരിക്കും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടവയിലെ ഒരാളോട്, പ്രത്യേകിച്ച് അവർ ആ ഫാമിലി ക്വാറന്റൈനിൽ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് സംസാരിക്കുമ്പോൾ അവർ എന്നോട് പറഞ്ഞ ഒരു കാര്യം, അവരുടെ കമ്പനിയിൽ ഏകദേശം 50 പേരെ ഒരു സ്റ്റാഫിന് ഈ COVID-19 പോസിറ്റീവ് ആയതിനു ശേഷം 50 പേരെ നിർബന്ധിതമായി ക്വാറന്റൈൻ ചെയ്യും. അങ്ങനെ അവർ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്, ടെസ്റ്റ് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഫാമിലി പറയുകയാണ്, ഓരോ ദിവസവും ഓരോ വാട്സപ്പ് മെസ്സേജ് അതിന്റെ അലാം അടിക്കുമ്പോൾ ഹൃദയത്തിൽ നെഞ്ചിങ്ങനെ തുടിക്കുകയാണ്. ഒരു തീയാണ് ഉള്ളിന്റെ ഉള്ളിൽ. ഈ വാർത്ത, ഈ ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഈ ചോദ്യങ്ങൾ പല ദിവസങ്ങളായി ഹൃദയത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും എന്നോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ തീയിലാണ് ഈ ദിവസങ്ങൾ ജീവിച്ചത്. എന്നാൽ ദൈവത്തിന്റെ അതിശയം, അത്ഭുതം, ഇന്ന് നെഗറ്റീവ് ആണ് എന്നുള്ളൊരു ടെസ്റ്റ് റിസൾട്ട് കിട്ടി. ദൈവം അവരെ ഈ നാളുകളിൽ ശക്തീകരിക്കുന്നു, ബലപ്പെടുത്തുന്നു. നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന് പറയുന്ന 3 യഹൂദ പുരുഷന്മാരെ, there were 3 Jewish leaders, Jewish men, Jewish young people who were thrown to the furnace. തീയിലേക്ക് നെബൂഖദ്നേസർ രാജാവ് കൽപ്പിച്ച് തീയിലിടുന്നതാണ് നമ്മൾ ഈ വേദഭാഗത്ത് കാണുന്നത്. ഇതിന്റെ 3-ാം അധ്യായം ആദ്യം മുതൽ നമ്മൾ വായിച്ചാൽ 3-ാം അധ്യായം ആരംഭിക്കുന്നത് നെബൂഖദ്നേസർ ഒരു പൊന്നുകൊണ്ട് ഒരു ബിംബം ഉണ്ടാക്കി എന്നാണ് നമ്മൾ വായിക്കുന്നത്. He made an image of God whose height was 60 cubits and its breadth 6 cubits. He set it up on the plain of Dura in the province of Babylon. എന്നിട്ട് ഈ രാജാവ് പറഞ്ഞു, ഈ സ്വർണം കൊണ്ട് നിർമ്മിച്ച, പൊന്നുകൊണ്ട് നിർമ്മിച്ച ഈ ബിംബത്തെ നിങ്ങൾ ആരാധിക്കണം, നിങ്ങൾ വണങ്ങണം, നിങ്ങൾ വീണ് ഇതിനെ വണങ്ങണം. 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇതാണ് വായിക്കുന്നത്. You are to fall down and worship the golden image that the Nebuchadnezzar has set up. അപ്പോൾ അവർക്ക് നൽകിയ നിർദ്ദേശം എന്ന് പറയുന്നത്, പൊന്നുകൊണ്ട് നിർമ്മിച്ച ഈ ബിംബത്തെ വീണ് വണങ്ങുക, നമസ്കരിക്കുക, ആരാധിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഇസ്രായേലിൽ നിന്നും പിടിക്കപ്പെട്ട് ഈ ബാബിലോൺ സംസ്കാരത്തിൽ, ബാബിലോൺ ദേശത്തിൽ കൽദയ ഭാഷയൊക്കെ പഠിക്കേണ്ടി വന്ന ഈ 3 ചെറുപ്പക്കാർ, ശദ്രക്, മേശക്, അബേദ്നെഗോ, അവർ തങ്ങൾ അതുവരെ വിശ്വസിച്ചു വന്ന വിശ്വാസത്തെ മുറുകെ പിടിച്ചു. അവർ ജീവനുള്ള ദൈവത്തിൽ വിശ്വസിച്ചു. ആ ജീവനുള്ള ദൈവത്തിൽ വിശ്വസിച്ച ആ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് മറ്റൊരു ദേശത്തും ജീവിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തെ അല്ലാതെ മറ്റൊരാളെ സേവിക്കുകയില്ല. നമ്മൾ ഈ വേദഭാഗത്ത് കാണുന്നുണ്ട് 12-ാമത്തെ വാക്യത്തിൽ, ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല, അവർ തിരുമനസ്സിലെ ദേവന്മാരെ സേവിക്കുകയോ. Verse 12,
തിരുമനസ്സുകൊണ്ട് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്തില്ല. O king, pay no attention to you. They do not serve your gods or worship the golden image that you have set up. നമ്മൾ ഇന്നൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പെരിഫറൽ റിയാലിറ്റീസ് കണ്ട് വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ആൻഡ് വി ആർ ഗൈഡഡ് ബൈ ദീസ് കൈൻഡ് ഓഫ് പെരിഫറൽ റിയാലിറ്റീസ്. അതായത് നമ്മളിങ്ങനെ ഒരു പക്ഷേ ഒരു ചെറിയൊരു കംഫർട്ട് സോണിലാണ്. ഇത് വലിയ കുഴപ്പമില്ല, നമ്മൾ പുറത്തിറങ്ങിയാലും പ്രശ്നമില്ല, അങ്ങനെ വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ പുറത്തിറങ്ങുകയും ആളുകളോട് സംസാരിക്കുകയും ചെയ്താൽ നമുക്ക് മനസ്സിലാകും, എവ്രിവെയർ ദ ഡിസീസ് ഈസ് സ്പ്രെഡിങ്, ദാറ്റ് യു സീ ഡിസീസ് പീപ്പിൾ അറൗണ്ട്. അപ്പോൾ ഇന്ന് ഈ ഇറ്റ്സ് ഗെറ്റിംഗ് വേഴ്സ്. എല്ലാവരും ഭയത്തിലാണ്. People are losing their business, people are losing their job, people are not getting salary, and everybody is in worry, everybody is in ambiguity, everybody is anxious, and everybody is concerned about their own survival here. എല്ലാവരും ഇങ്ങനെ ഒരു ഭയത്തിലാണ് ജീവിക്കുന്നത്, ഭീതിയിലാണ് ജീവിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു സാഹചര്യത്തിലും നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കും. ഈ ലിയോ ടോൾസ്റ്റോയ് പറയുന്ന 2 വാരിയേഴ്സ് ഉണ്ട്. അതൊന്ന് പേഷ്യൻസ് എന്നാണ്. നമ്മൾ ഈ നാളുകളിൽ ദൈവത്തെ ഇങ്ങനെ ചോദ്യം ചെയ്യല്ല, ദൈവം എന്താ പ്രവർത്തിക്കാത്തത്, why God is not answering to me, why God is not intervening in my crisis. So we are not supposed to ask such questions. എന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? We have to be patient. നമ്മൾ കാത്തിരിക്കണം, വിശ്വാസത്തോടെ കാത്തിരിക്കണം, ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കണം. അത് നമ്മൾ ഇതിന്റെ തുടർന്ന് വേദഭാഗത്തിലോട്ടൊക്കെ വരുമ്പോൾ എങ്ങനെയായിരിക്കണം ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ ഒരാൾ വിശ്വാസം പ്രകടിപ്പിക്കേണ്ടത് എന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ രാജാവിന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ശദ്രക്കും മേശക്കും അബേദ്നെഗോവും യഥാർത്ഥത്തിൽ ബിംബത്തെ ആരാധിക്കുകയോ വണങ്ങിയോ രാജാവിനെ സേവിക്കുകയോ ചെയ്തില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ വളരെ കൃത്യമായി അവരുടെ വിശ്വാസത്തെ പ്രകടിപ്പിക്കുകയാണ്. നമ്മൾ വേദവസ്തം വായിക്കുമ്പോൾ നമ്മൾ ഈ സാധാരണഗതിയിൽ ഇപ്പം ക്വാറന്റീൻ ആയപ്പോഴത്തേന് ആളുകൾ പറയുന്നുണ്ട്, ഞങ്ങൾ മുഴുവൻ വായിച്ച് തീർത്തെന്നാ പറയുന്നത്. മുഴുവൻ വായിച്ചു തീർത്തു. അങ്ങനെ പെട്ടെന്നൊന്നും വായിച്ചു തീർക്കണമെന്നില്ല. ടേക്ക് ഇയേഴ്സ്, ഒരു 40 വർഷം കൊണ്ട് വായിച്ചാലും മതി. പക്ഷെ വായിക്കേണ്ടതുപോലെ വായിക്കണം. ആൻഡ് വെൻ യു റീഡ്, you need to make sure that you are involved in your reading. Take enough time. Even a verse, 2 verses, 1 chapter, that's enough. But take enough time. Take enough time to read. ഈ 17-ാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നത്? ഇതിനകത്ത് ഓരോ വാക്കും വളരെ പ്രധാനമാണ്. ഇതിനകത്ത് പറയുന്നത്, if this be so, our God whom we serve, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് എന്നാണ് പറയുന്നത്. Word does not say that God we worship, God we believe. എന്നാൽ വളരെ കൃത്യമായി the scripture makes it very clear that the God we serve. അപ്പോൾ ഈ പ്രതിസന്ധിയുടെ അനുഭവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ കർത്താവിനെ സേവിക്കുന്ന സേവകരാണോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ആൻഡ് ഹൗ ഡു വി മിനിസ്റ്റർ അവർ ലോർഡ് ഇൻ ദീസ് ഡേയ്സ്? ഒരു ചെറിയ മെസ്സേജ് ആണെങ്കിൽ പോലും നമ്മൾ ഒരാൾക്ക്, വേദനയിലിരിക്കുന്ന സങ്കടത്തിലിരിക്കുന്ന ഒരാൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയാൽ that itself is a great ministry. നമ്മൾ ഈ നാളുകളിൽ നമ്മുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി ആണല്ലോ ഏറ്റവും വലിയ ഇൻഫർമേഷൻസ് നമുക്ക് തരുന്നത്. അപ്പോ നമ്മൾ ഈ വാട്സപ്പ് വഴി ഈ ഇൻഫർമേഷൻസ് ഇങ്ങനെ ഇറ്റ്സ് ലോഡഡ് വിത്ത് ലോട്ട് ഓഫ് ഇൻഫർമേഷൻസ്. നമ്മളൊരു ചോദ്യം അതിനകത്ത് ചോദിക്കണം. Am I edifying my co-brother, my co-believer when I forward something? Am I edifying my co-brother or co-believer? എന്നോട് കഴിഞ്ഞ ദിവസം ഒരാളിനോട് പറഞ്ഞു, അച്ഛാ 1,00,000 പേർക്കാണ് ജോലി പോയത്. ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇയാൾക്ക് എവിടെ നീ കണക്ക് കിട്ടിയെന്നോ? 1,00,000 പേർക്ക് ജോലി ചുമ്മാ അങ്ങ് പറയാണ്. ഇങ്ങനെ പെരുപ്പിച്ചുകൊണ്ടുള്ള ധാരാളം വാർത്തകളാണ് പൊതുവെ ആളുകൾ ഇങ്ങനെ പറയാനായിട്ടൊക്കെ ശ്രമിക്കുന്നത്. അപ്പോ നമ്മളൊരു ചെറിയ കാര്യം പോലും ദൈവത്തിനെ സേവിക്കുന്ന ഒന്നായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. And these days we need to make sure that we serve the Lord. ഏതെങ്കിലും ചെറിയ തരത്തിലാണെങ്കിലും കർത്താവിനെ സേവിക്കുന്നു എന്ന് നാം കാണാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഇവിടുത്തെ കാര്യം പറയുന്നത്, a God whom we serve, അതിനുശേഷമുള്ള വാക്ക് വളരെ പ്രധാനമാണ്. is able. God is able to deliver us. God is able to deliver us. ഏതെങ്കിലും തരത്തിൽ ഇന്ന് ഭാരത്തോടെയും വേദനയോടെയും ഇരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വിശ്വാസത്തിൽ നമ്മൾ ഉറക്കേണ്ടത് ആവശ്യമാണ്.
that the God we serve is able to deliver us. He will deliver us. അത് അവർ വീണ്ടും ഉറപ്പിച്ച് പറയുന്നുണ്ട്. He will deliver us. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും ദൈവത്തിന് എന്നെ വിടുവിക്കുവാനായിട്ട് സാധിക്കും. God is able. Able എന്ന വാക്ക് നമ്മൾ എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ട്? അപ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നുകൊണ്ട് വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ പറയാനായിട്ട് സാധിക്കണം, my God is able to deliver me from any life situations that is so dangerous, dark, in difficult situation. God is able to deliver me. ഇനിയും അവർ പറയാണ്, അല്ലെങ്കിലും ഇനി ഞങ്ങളെ ഈ തീയിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഞങ്ങൾ ഒരിക്കൽ പോലും ഈ സ്വർണബിംബത്തെ നമസ്കരിക്കുക. When you surrender yourself to an idol, and what is an idol these days? ഇന്ന് ഐഡൽ എന്ന് പറയുന്നത് നമുക്ക് ഇൻഫർമേഷൻസ് ആണ് ഐഡൽ. അതായത് ആളുകളെല്ലാം പറയുന്നത് ഈ സയന്റിഫിക്കായി നമ്മൾ ചെയ്യേണ്ട പ്രിക്വേഷൻസ് എല്ലാം ചെയ്താൽ that is enough. So what do? You idolize certain informations. You idolize even science. You idolize even medical science. You idolize even working from home. എല്ലാത്തിനെയും നമ്മൾ ഐഡലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം സ്വർണബിംബം പോലാണ്. ഈ ബിംബത്തെ വീണ് നമസ്കരിച്ചു കഴിഞ്ഞ് കുറെ ആൾ പറയുന്നത് എന്തിനാ പള്ളിയുടെ ആവശ്യം, നമുക്ക് ഈ സൂം ഉണ്ടല്ലോ അത് മതിയല്ലോ, എന്തിനാ നമ്മൾ ഇനി പിന്നെ പള്ളി പോകുന്നേ, അതിൻ്റെ ഒന്നും ആവശ്യം. കാരണം എല്ലാ ആൾ ദൈവങ്ങളും ഓടിപ്പോയെന്നാ പറയും. എല്ലാ ആൾ ദൈവങ്ങളും സ്വയരക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും ഓടിപ്പോയി. അതുകൊണ്ട് ഈ കൊറോണ വന്നപ്പോൾ ആർക്കും രക്ഷിക്കാനായിട്ട് പറ്റിയില്ല. പക്ഷെ നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മൾ സത്യത്തിൽ ദൈവവിശ്വാസികളായതുകൊണ്ടാണ് സൂയിസൈഡ് ചെയ്യാത്തത്. Otherwise would have committed suicide. We survive because of our faith. We survive in this country in this difficult situation because of our faith in God. പള്ളി തുറന്നാലും തുറന്നില്ലേലും നമ്മൾ ഈ സൂമിലൂടെ ആണെങ്കിലും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. We are able to survive here in this country because of the faith in God. ഈ വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. അപ്പോ ചില ഇൻഫർമേഷൻസ്, ചില ഇന്റർപ്രിട്ടേഷൻസ് ഒരിക്കലും നമ്മളെ ഐഡലൈസ് ചെയ്യാൻ പാടില്ല. നമ്മൾ അതിൽ നിന്നും രക്ഷപ്പെടേണ്ടത് ആവശ്യം. ഇവിടെ ഈ ചെറുപ്പക്കാർ പറഞ്ഞത്, ഞങ്ങൾ ഈ ബിംബത്തെ വീണ് നമസ്കരിക്കുക, എന്തെല്ലാം ചെയ്താലും വീണ് നമസ്കരിക്കുക. ഇനിയും ഈ ദേശത്തെ പ്രതിസന്ധിയിൽ ദൈവം എങ്ങനെ നടത്തുന്നു എന്നുള്ള തുടർന്ന് നമ്മൾ വായിക്കുന്നു. 19 വാക്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. ഈ ചൂള സാധാരണ നമ്മുടെ കുക്കിംഗ് ഓവൻ ഒന്നും അല്ലത്, ഇൻഡസ്ട്രിയൽ ഏരിയകളിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് വലിയ ഒരു സർഫേസ് ആണ്. അപ്പോ ഇങ്ങനെയുള്ള ഒരു ഫർണേസിൽ ഇവിടെ നമ്മൾ കാണുന്നതനുസരിച്ച് ചൂള പതിവായി ചൂടുപിടിച്ചതിൽ 7 മടങ്ങ് ചൂടുപിടിപ്പിക്കാൻ രാജാവ് കൽപ്പിക്കുകയാണ്. അങ്ങനെ ചൂടുപിടിപ്പിച്ചതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ഈ ശദ്രക് മേശക് അബേദ്നെഗോവിനെ കൊണ്ടുവന്നിട്ടവർ പോലും അവിടെ മരിച്ചു വീഴുന്നതായിട്ട് നമ്മൾ കാണുന്നു. അവർ ദഹിച്ചു കളഞ്ഞു, അവരെ ദഹിപ്പിച്ചു, പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു എന്ന് നമ്മൾ 22ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. Because the king's order was urgent and the furnace overheated, the flame of the fire killed those men who took up Shadrach, Meshach, Abednego. ശദ്രക്കും മേശക്കും അബേദ്നെഗോവിനെയും എടുത്തുകൊണ്ട് പോയവർ തീയുടെ ചൂട് കൊണ്ട് ദഹിച്ചുപോയി എന്നാണ്. എന്നാൽ ദൈവം അവിടെ ചെയ്തത് എന്താണ്? 25ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ രാജാവ് പറയാണ്, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു, അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല, 4ാമത്തവന്റെ രൂപം ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. But I see 4 men unbound, walking in the midst of fire. They are not hurt. The appearance of the 4th is like a son of the gods. അപ്പോ കൊറോണ കാലത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട സത്യം, where is God? God is there in your furnace. God is there in your furnace. ദൈവത്തെ നമ്മൾ മേളിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക എപ്പോഴും. ദൈവം നമ്മുടെ പ്രതിസന്ധിക്കുള്ളിലാണ്. God is inside your crisis, not outside your crisis. God is not above, who is doing miracles from above. But God is not around, but God is inside your crisis. He is with us. He is with us. He is able to strengthen us even in our vulnerable situations.
നമ്മൾ ഉരുകിപ്പോകാവുന്ന, വെന്തുപോകാവുന്ന ജീവിതാനുഭവങ്ങളിൽ ദൈവം നമ്മുടെ ഈ തീച്ചൂളയ്ക്കകത്തുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയും. ഇത് രോഗങ്ങൾ വരുന്നവരാണെങ്കിലും പെയിൻ അനുഭവിക്കുന്നവരാണെങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ട സത്യം അതാണ്. എല്ലാ പെയിനിലൂടെ കടന്നു പോകുന്നവരും തിരിച്ചറിയേണ്ടത് your God is able to understand your pain, not anyone else. വേറെ ആർക്കും പറ്റത്തില്ല. കാരണം എന്താണ്? God is inside your pain, not outside your pain. God is not a secondary character, but God is part of your pain. God is part of your crisis. God is part of your difficult situation. ഇപ്പൊ ഞാൻ പറയാണ് എനിക്ക് തലവേദനയാണ് എന്ന് എൻ്റെ വൈഫിനോട് പറഞ്ഞു. എങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ? ഞാൻ പറയാം എനിക്ക് ഇവിടെ തലവേദനയാണ്, അല്ലെങ്കിൽ ഇവിടെ ആണ്, അല്ലെങ്കിൽ ഇവിടെ അതിനകത്താണ്. അതായത് അങ്ങനെ എനിക്ക് പറയാനൊക്കത്തുള്ളൂ. സോ ദാറ്റ് ഈസ് എ വേ ഐ ക്യാൻ. അപ്പൊ എൻ്റെ വൈഫിന് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് എംപതൈസ് ചെയ്തുകൊണ്ട് വേണേ ബാം പരട്ടി തരും, അല്ലെ ചൂടുവെള്ളം തരും, അത്രേ ഉള്ളൂ. ബട്ട് ഷീ വോണ്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ഡെപ്ത് ഓഫ് മൈ പെയിൻ. എന്റെ കൂടെ വർഷങ്ങൾ ജീവിച്ചാലും അത്രേ പറ്റത്തുള്ളൂ. കാരണം എന്താ? ഷീ ഈസ് എ ഡിഫറെന്റ് ഇൻഡിവിജ്വൽ. ഇറ്റ്സ് എ ഡിഫറെന്റ് ബോഡി. It's a different body altogether. She will never understand the pain, but she can empathize. But a God is not a God of empathy, but a God who is there to involve in our pain. So that is very important. അപ്പോൾ തീക്കകത്താണ് ദൈവം എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എവിടെയാണ് ദൈവം ഈ കൊറോണ കാലത്ത്? He is the fourth person in our crisis. രണ്ട് പ്രധാനപ്പെട്ട ചിന്തകളാണ് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട്. തുടർന്ന് വായിക്കുമ്പോൾ കാണുന്നുണ്ട് ശദ്രക് മേശക് അബേദ്നെഗോ അവർക്ക് ഒന്നും സംഭവിക്കാതിരിക്കുന്നത് കണ്ടിട്ട്, അവർക്ക് കേട് പറ്റാതിരിക്കുന്നത് കണ്ടിട്ട് 27ാമത്തെ വാക്യം നമ്മൾ കാണുന്നത്, and so that the fire had not any power over the bodies of those men, the hair of their heads was not singed. ഒരു മുടി പോലും കേടുവരാതെ ഇരുന്നു എന്നാണ്. മുടി പോലും കരിയാതെ ഇരുന്നു. തീക്കകത്ത് കിടന്നവർക്ക് എന്താ സംഭവിച്ചത്? തീയുടെ മണം പോലും തട്ടാതെ ഇരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. There was no smell of fire had come upon them. അതിനുശേഷം നെബൂഖദ്നേസർ പറയാണ്, ഈ ശദ്രക് മേശക് അബേദ്നെഗോവിന്റെ ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ ആരാധിക്കണം, അതാണ് ജീവനുള്ള ദൈവം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു മർമ്മമാണ് നമുക്ക് നൽകുന്നത്. നമ്മൾ തീക്കകത്തും നമുക്ക് ചുറ്റിനും തീ ആയിരുന്നാൽ പോലും, അതായത് നമുക്ക് ചുറ്റിനും ഡിസീസ്ഡ് ആളുകൾ ഉണ്ടെങ്കിൽ, നമ്മൾ ഒരുപക്ഷെ ഡിസീസ്ഡ് ആളുകളോട് യാത്ര ചെയ്താൽ, we may be traveling with the suspected, deceased, positive, those kind of people. Even if you travel with those people, God is there with us. ദൈവം ഈ തീക്കകത്ത് നമ്മളോടൊപ്പം ഉണ്ട്. ദൈവത്തെ അന്വേഷിച്ച് നമ്മൾ ഇനിയും നടക്കരുത്. ദൈവം ഈ തീക്കകത്താണ്, നമ്മോടൊപ്പമാണ്. കർത്താവിന് തീക്കകത്ത് ഇറങ്ങാതെ സൗഖ്യപ്പെടുത്താൻ സാധിക്കുന്ന ആളായിരുന്നു. ശദ്രക് മേശക് അബേദ്നെഗോവിന് സൗഖ്യം ഉണ്ടാകട്ടെ, ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ തന്നെ സൗഖ്യം ഉണ്ടായേനെ. എന്നെ നിങ്ങളെയും ഈ കൊറോണ കാലത്ത് ഈ പാഠം പഠിപ്പിക്കാൻ വേണ്ടി the scripture was given to us to affirm our faith that God is there in our adversity, in our difficult times. He is part of it. He is an integral part of it. വെറുതെ അല്ല, he is an integral part of our pain. He is an integral part of our crisis. അതാണ് നമ്മൾ ഈ വേദഭാഗത്തിലൂടെ പഠിക്കുന്നത്. ഇപ്രകാരം നമ്മുടെ വിശ്വാസത്തെ ക്രമപ്പെടുത്തുവാൻ, ബലപ്പെടുത്തുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. വീണ്ടും നിങ്ങളെ ഇങ്ങനെ സൂമിലൂടെ ആണെങ്കിലും കാണാനായിട്ട് സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഏതായാലും സന്തോഷം. താങ്ക് യു വെരി മച്ച്. God has given this alternative possibility for us to come together, to extend our fellowship with each other. May God bless us with this word. ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ഇവിടെ പറഞ്ഞതുപോലെ, ദൈവം God is able to deliver us. അതാണ് ഒന്നാമതായി നമ്മൾ ചിന്തിച്ചത്. He is able to deliver us. ഓരോ പ്രാവശ്യവും ഏതെല്ലാം സ്ഥലത്തിൽ സങ്കടത്തിലൂടെ പോയാലും, അവിശ്വാസം ഉണ്ടായാലും, when you doubt, when you are confused, believe that God is able. He will deliver us. Things will be all right. God is in control. രണ്ട്, ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നത്, God is an integral part in your crisis. He is an integral part. He is not an outsider, but he is an insider. ദൈവം നമ്മുടെ പ്രതിസന്ധിക്കുള്ളിലാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, നമ്മെ സഹായിക്കട്ടെ. Thank you very much for the kind invitation. May God bless you.